ഒരു അഡോളസെന്റ് യങ് ബോയ്. അവന്റെ ഡയറി ഭയങ്കര രസാ. ഓ, എഴുത്തുകാരന്റെ പേരെന്താ പറഞ്ഞേ? സ്യൂ ടൗൺസെന്റ്. ലാംഗ്വേജ് ടഫാണോ മാഷെ? ഒരു പോക്കറ്റ് ഡിക്ഷണറി ഞാൻ തരാം. നല്ല പുസ്തകങ്ങൾ വായിക്കാതെ വിടരുത്. പക്ഷെ ഒരു കാര്യം, വായിച്ചു കഴിഞ്ഞാൽ പുസ്തകം കൃത്യമായി തിരിച്ചു തരണം. മുരളി ഇരിക്കേ. എവിടെയായിരുന്നു ഇത്രയും ദിവസം? നിന്റെ തെങ്ങുകയറ്റമൊക്കെ കഴിഞ്ഞ? ഞാൻ വിനോദിനെ ഏൽപ്പിച്ചിരുന്നു മാഷിനോട് പറയാൻ. മരം കയറി പെണ്ണുങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ ഒന്നിനെ നേരിട്ട് കണ്ടു. മാഷേ, ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള പണിയെ തെങ്ങേറ്റം. എന്നാ ആ പണിക്ക് ആളെ കിട്ടാനുമില്ല. അതുകൊണ്ട് എന്താ, ഉദ്ഘാടന ദിവസം തന്നെ 4-5 പേരെന്നെ നേരിട്ട് കണ്ട് എന്നെ പണിക്ക് വിളിച്ചു. നല്ല കാശും കിട്ടി. ഇപ്പൊ തന്നെ നീ രാപ്പകലില്ലാതെ അധ്വാനിച്ച് കാശുണ്ടാക്കിയാണല്ലോ. ഞാനേ പെര നിറഞ്ഞു നിൽക്കണ ഒരു പെണ്ണ. കുടിച്ച് മഴക്കുണ്ടാക്കി നടക്കണ എന്റെ അച്ഛന് എന്നെ കെട്ടിച്ചു വിടണമെന്ന് യാതൊരു വിചാരമില്ല. അതിനായിട്ട് ഇതുവരെ ഒന്നും സമ്പാദിച്ചും വെച്ചിട്ടില്ല. അടുക്കള പണി ചെയ്ത പാത്രം കഴുകിയും 10-12 പവൻ ഞാൻ സ്വരുക്കൊട്ടി വെച്ചിട്ടുണ്ട്. ഇക്കാലത്ത് പൊന്നും പണം ഒന്നുമില്ലാതെ ചെന്നു കയറുന്ന പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് ഒരു മതിപ്പും കാണില്ല. പുതുമോടി കഴിയുമ്പോഴേ കണക്ക് പറഞ്ഞു തുടങ്ങും. തെങ്ങ് കയറിയിട്ടായാലും പാത്രം കഴുകിയിട്ടായാലും ഒരു 25 പവൻ ഞാൻ ഉണ്ടാക്കും. എന്റെ കല്യാണം അന്തസ്സായിട്ട് നടത്തണം. അതെന്റെ ഒരു വാശിയ. എന്തോ? 2 ചായ എടുക്കോ? ഓ. സുഗണൻ നിന്റെ ജോലിയെ പറ്റി എന്ത് പറയുന്നു? അയാളിപ്പോ ഉരുണ്ട് കളിക്കുക. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പിന്നെന്താ പരിപാടി? ഞാനിവിടുന്ന് പോവാ മാഷെ. എങ്ങോട്ട്? ചിറാപ്പുഞ്ചിയിലേക്ക്. എന്റെ ഒരു സുഹൃത്ത് അവിടെയുണ്ട്. എന്തെങ്കിലും ഒരു ജോലി കിട്ടുന്നതാണ് അവൻ പറഞ്ഞത്. ഈ എന്തെങ്കിലും ഒരു ജോലി ഇവിടെ കിട്ടാഞ്ഞിട്ടാണോ മാഷെ? ഇവിടെ എന്ത് ജോലി കിട്ടാനാ മാഷെ? ഒറ്റ പണിക്ക് നമ്മുടെ നാട്ടിൽ ആളെ കിട്ടാനില്ല. അപ്പോഴാ പണിയും തണ്ടി നാട് വിടാൻ പോണത്. വേറെ നാട്ടിൽ പോയാൽ എന്ത് പണിയും ചെയ്യാം. നമ്മുടെ നാട്ടിലായ വലിയ അഭിമാന പ്രശ്നം. ആദ്യം പണിയെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം മാഷെ. ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ മാഷെ? വല്ല നാട്ടിലും പോയി കഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാ സ്വന്തം നാട്ടിൽ കഷ്ടപ്പെടുന്നത്. എന്നാ ഞാൻ പോയിട്ട് വരാം മാഷെ. ചിറാപ്പുഞ്ചി ഒരുപാട് മഴ പെയ്യുന്ന സ്ഥലമാണെന്നാ കേട്ടിട്ടുള്ളത്. മഴ കുറവുള്ള എവിടേക്കെങ്കിലും പോയിക്കൂടെ? അതെനിക്കൊന്ന് ആലോചിക്കണം മാഷെ. ഓ, എന്നാ പിന്നെ ഞാൻ